ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു മാംഗോ മൗസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ മാംഗോ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത് അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതും നമുക്ക് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. അത് അടിച്ചെടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീമോ ഫിയാനോ ക്രീമോ എന്തെങ്കിലും ഒന്നടിച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടിച്ച് വെച്ച ക്രീം ഇല്ലത് കൊണ്ടാണ്. അതൊന്ന് നമുക്കിതിലേക്ക് മിക്സാക്കി എടുക്കാം. അത് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചീസും കൂടി ആഡ് ചെയ്യുമ്പം അത് കൂടുതൽ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ അതെല്ലാം മിക്സാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യാം. മാംഗോ പീസൊക്കെ ഇട്ട് ഇതുപോലെ സെർവ് ചെയ്തെടുക്കാം. അതൊരു 2-3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇപ്പോൾ മാംഗോൻ്റെ സീസണാണല്ലോ. ഇതുപോലെ നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് മസ്റ്റായി ട്രൈ ചെയ്യുക.